Assalamu Alaikum. Hello dear students. Today we are going to learn our third chapter in chemistry. What is our chapter name? Reactivity, series and electrochemistry. So reactivity, series and electrochemistry is our chapter, and in this chapter we mainly discussed about the reaction of metals with water. Okay. So in this chapter the main things are reaction of metals, reaction of metals with the water. The second thing is reaction of metals with the air, reaction of metals with the air. Then the third thing is reaction of metals with the acids, reaction of metals with the acids. Okay. So these are the three main things we are going to learn in this chapter. So reaction of metals with the water, reaction of metals with the air, reaction of metals with the acid. അതായത് മെറ്റൽസിന് വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ, മെറ്റൽസ് എങ്ങനെയാണ് എയറുമായിട്ട് പ്രവർത്തിക്കുന്നത്, ദെൻ ഹൗ ദ മെറ്റൽസ് റിയാക്ട് വിത്ത് ആസിഡ്, ആസിഡുകളുമായിട്ട് എങ്ങനെ മെറ്റൽസ് റിയാക്ട് ചെയ്യുന്നു. ഇതാണ് ഈ ചാപ്റ്ററിലെ ഒരു മെയിൻ തീം എന്ന് പറയുന്നത്. ഓക്കെ. And in your textbook page number 47 you can see different electronic equipments. Okay. And haven't you noticed the picture? Certain instances of using electricity and few sources of electricity are shown in the figure. അതായത് കുറച്ച് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ആണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുമത്. So we use different kinds of batteries to work electronic equipments. അല്ലേ? ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബാറ്ററീസ് ആണ്, അല്ലെങ്കിൽ എല്ലാത്തിലും ഒരേ ടൈപ്പ് ബാറ്ററി ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത്? നോ, വി യൂസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാറ്ററീസ് ടു വർക്ക് ദ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ്. ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് പ്രവർത്തിക്കാൻ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ബാറ്ററീസ് ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്, അല്ലേ? ആൻഡ് യു മേ ഹാവ് നോട്ടീസ്ഡ് ഡിഫറെൻറ്റ് മെറ്റൽസ് യൂസ്ഡ് ഇൻ സെൽ. അതുപോലെ തന്നെ നമ്മൾ സെൽ അല്ലെങ്കിൽ ബാറ്ററിയിൽ നമ്മൾ എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റൽസ്, ലോഹങ്ങൾ യൂസ് ചെയ്യാറുണ്ട്, അല്ലേ? ഡിഫറെൻറ്റ് മെറ്റൽസ് ആണ് നമ്മൾ സെല്ലുകളിൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് വാട്ട് മേ ബി ദ റീസൺ? യു ഹാവ് ഓൾറെഡി ഒബ്സർവ് ദ റെസ്റ്റിംഗ് ഓഫ് അയൺ, അല്ലേ? അയൺ റെസ്റ്റ് ചെയ്യുന്നത്, ഇരുമ്പ് തുരുമ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ എന്താണ് ദെൻ ആൻഡ് ദ ഫോർമേഷൻ ഓഫ് വേദഗ്രീസ് ഇൻ കോപ്പർ പാത്രങ്ങൾ, അല്ലെങ്കിൽ കോപ്പറിലൊക്കെ എന്ത് വരാറുണ്ട്? ക്ലാവ്, വേദഗ്രീസ്, അല്ലേ? വേദഗ്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാവ് പിടിക്കാറുണ്ട്, അല്ലേ? നമ്മുടെ വീട്ടിൽ ചെമ്പ് പാത്രങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ എന്തുണ്ടാവും? അതിനകത്ത് ക്ലാവ്, വേദഗ്രീസ് ഫോം ചെയ്യും. അപ്പം അതിൻ്റെയൊക്കെ റീസൺ എന്താണ്? എന്തുകൊണ്ടാണ്? ഹൗ ദിസ് വേദഗ്രീസ് ഫോംഡ് ഓർ ഹൗ ദ അയൺസ് റെസ്റ്റ്, എന്തുകൊണ്ടാണ് ഇരുമ്പ് തുരുമ്പിക്കുന്നത്? അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എന്ത് ചെയ്യാം? നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടും. ഓക്കെ. സോ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് വി ആർ ഗോയിങ് ടു ലേൺ അവർ തേർഡ് ചാപ്റ്റർ ഇലക്ട്രോകെമിസ്ട്രി, അല്ലേ? സോ റിയാക്ടിവിറ്റി, സീരീസ് ആൻഡ് ഇലക്ട്രോകെമിസ്ട്രി. ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് വാട്ടർ. നമ്മൾ ഒന്നാമതായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് വാട്ടർ. വാട്ടറിന് എന്താണ് മെറ്റൽസുമായിട്ടുള്ള റിയാക്ഷൻസ് എങ്ങനെയാണെന്നുള്ളതാണ്. ഓക്കെ. സോ നിങ്ങളുടെ എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ ദർ ഈസ് എൻ എക്സ്പെരിമെൻറ്റ് റിലേറ്റഡ് ടു ദിസ് റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് വാട്ടർ. അതായത് വാട്ടറും മെറ്റൽസും തമ്മിലുള്ള ആ ഒരു റിയാക്ഷൻ പറയാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു എക്സ്പെരിമെൻറ്റ് പോലെ പറഞ്ഞിട്ടുണ്ട്. നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. സോ ടേക്ക് 3 ബീക്കേഴ്സ് ഹാവിങ് ദ സെയിം ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. 3 ബീക്കേഴ്സ് എടുക്കുക, 3 ബീക്കറിലും എന്താണ്? സെയിം ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആണ്, അല്ലേ? സോ ടേക്ക് 3 ബീക്കേഴ്സ് ഓഫ് വാട്ടർ ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് ഓർ വി ടേക്ക് ദ സെയിം കൈൻഡ് ഓഫ് വാട്ടർ ഇൻ ഇറ്റ്, അല്ലെങ്കിൽ സെയിം മെഷർ ഓഫ് വാട്ടർ. വി ഫിൽഡ് ദ സെയിം മെഷർ ഓഫ് വാട്ടർ. അപ്പോൾ 3 ബീക്കറിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്ലാസ്, ടംബ്ലറോ എന്തിലായാലും നമ്മൾ എന്ത് ചെയ്യുക? സെയിം മെഷറിൽ വാട്ടർ എടുക്കുക. ദെൻ ടേക്ക് പീസസ് ഓഫ് സോഡിയം. ഏതൊക്കെ പീസാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്? സോഡിയം, അല്ലേ? Na മീൻസ് സോഡിയം. ദെൻ മഗ്നീഷ്യം, കോപ്പർ. സോ വി ടേക്ക് 3 മെറ്റൽസ്. ഏതൊക്കെയാണ്? സോഡിയം, മഗ്നീഷ്യം, കോപ്പർ. ഇതൊക്കെ മെറ്റൽസ് ആണ്. അപ്പോൾ സോഡിയം നമ്മൾ ബീക്കറിൽ നമ്മൾ എന്ത് എടുത്തു? 3 ബീക്കേഴ്സും എടുത്തു, അല്ലേ?
So we take 3 beakers and half filled with the water, അല്ലെങ്കിൽ സെയിം എമൗണ്ട് വാട്ടർ, മൂന്നിൽ എങ്ങനെയായിരിക്കുക, സെയിം എമൗണ്ട് വാട്ടർ ആയിരിക്കുക. ആൻഡ് വി ടേക്ക് 3 മെറ്റൽസ്. വിച്ച് ആർ ദ 3 മെറ്റൽസ്? സോഡിയം, മഗ്നീഷ്യം ആൻഡ് കോപ്പർ ആർ ദ 3 മെറ്റൽസ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സോഡിയം എന്ത് ചെയ്യുക, വാട്ടറിൽ ഇട്ട് വെക്കുക. ഹോട്ട് വാട്ടറിലും നമുക്ക് ചെയ്യാം, കോൾഡ് വാട്ടറിലും ചെയ്യാം. വി ക്യാൻ ഡൺ ദിസ് എക്സ്പെരിമെൻറ്റ് ഇൻ കോൾഡ് വാട്ടർ ആൻഡ് ഹോട്ട് വാട്ടർ ഓൾസോ, and watch or observe the reaction here. So first of all we take the sodium എടുത്തു, sodium എടുത്ത് cold water ഇടുക, then magnesium എടുക്കുന്നു, cold water ഇടുക, copper എടുക്കുന്നു, then cold water ഇടുക. വീണ്ടും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ sodium എടുത്ത് hot water ഇടാം, magnesium hot water ഇടുന്നു, പിന്നീട് കോപ്പറും hot water ഇടുന്നു. അപ്പോൾ എന്തൊക്കെയായിരിക്കും അവിടെ നടക്കുന്ന റിയാക്ഷൻസ് എന്നുള്ളതാണ് നമ്മൾ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് യു ക്യാൻ സി എ ടേബിൾ റിലേറ്റഡ് ടു ദിസ് എക്സ്പെരിമെൻറ്റ് ഇൻ പേജ് നമ്പർ 48. അപ്പോൾ സോഡിയം കോൾഡ് വാട്ടറിലായിരിക്കുമ്പോൾ എങ്ങനെയാണ് സോഡിയം? ഓക്കെ, സോഡിയം എന്ത് ചെയ്യുന്നു, കോൾഡ് വാട്ടറിൽ എങ്ങനെയായിരിക്കും? സോഡിയം എന്ന് പറഞ്ഞാൽ ഹൈലി റിയാക്റ്റീവ് ആണ് സോഡിയം. സോ എന്ത് ചെയ്യുന്നു, ഇത് കോൾഡ് വാട്ടറുമായിട്ട് എന്താണ് പ്രവർത്തിക്കുന്നു, റിയാക്ട് ചെയ്യുന്നു. ആൻഡ് ഹൈ റിയാക്ടിവിറ്റി ഇൻ കോൾഡ് വാട്ടർ. സോഡിയം എന്ത് ചെയ്യുന്നു, വളരെ ഹൈ റിയാക്ടിവിറ്റി ആണ്. ആൻഡ് ഹോട്ട് വാട്ടറിൽ ഇത് എന്ത് ചെയ്യാറുണ്ട്, ഹൈ റിയാക്ടിവിറ്റി ഒന്നും അല്ലെങ്കിലും എന്താണ് റിയാക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. Okay, so first we take the sodium and we put the sodium in the cold water and also in the hot water. In cold water it shows high reactivity. Cold water il endana valare high reactivity aanu, hot water il idu endu cheyyunnundu, react cheyyunnundu. Then nammal eduthathu endayirunnu, magnesium. So second we take the metal magnesium. രണ്ടാമതായിട്ട് നമ്മൾ എന്തെടുത്തു, മഗ്നീഷ്യം എടുത്തു. സോ വി ഓൾസോ പുട്ട് ദിസ് ഇൻ ദ ഹോട്ട് വാട്ടർ ആൻഡ് കോൾഡ് വാട്ടർ. അപ്പം മഗ്നീഷ്യത്തിന് എന്തായിരിക്കും, there is no reaction. മഗ്നീഷ്യത്തിന് എന്തില്ല, റിയാക്ഷൻസ് ഒന്നുമില്ല. സോഡിയത്തിന് എന്താ ഉണ്ടായിരുന്നു, റിയാക്ഷൻ നടന്നു. ആൻഡ് ഓൾസോ എന്താണ് ഇൻ ഹോട്ട് വാട്ടറിൽ ചെറിയ മഗ്നീഷ്യത്തിന് ചെറിയൊരു റിയാക്ഷൻ കാണും, വലുതായിട്ടല്ല ചെറിയൊരു റിയാക്ഷൻ കാണും. ദെൻ എന്താണ് മഗ്നീഷ്യം, പിന്നീട് എന്താണ് കോപ്പർ നമ്മളെടുത്തു. കോപ്പർ എന്ന് പറഞ്ഞാൽ വളരെ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ് കോപ്പർ എന്ന് പറയുന്നത്. ആൻഡ് ആൾസോ ഇറ്റ് ഹാസ് നോ റിയാക്ഷൻ ഇൻ കോൾഡ് വാട്ടർ ആൻഡ് ഹോട്ട് വാട്ടർ. കോൾഡ് വാട്ടറിലും റിയാക്ഷൻ ഇല്ല, ഹോട്ട് വാട്ടറിലും എന്തിനില്ല, കോപ്പറിന് റിയാക്ഷൻ ഇല്ല. പക്ഷേ മഗ്നീഷ്യത്തിന് കോൾഡ് വാട്ടറിൽ ഒട്ടും നടക്കുന്നില്ല. ഹോട്ട് വാട്ടറിൽ ഒരു ലോ റിയാക്ഷൻ, ചെറിയൊരു റിയാക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. സോ എന്തായിരിക്കും, സോഡിയം എന്ത് ചെയ്തു, കോൾഡ് വാട്ടറിൽ ഹൈ റിയാക്ടിവിറ്റി കാണിച്ചു അല്ലേ. സോ സോഡിയത്തിന് എന്താണ്, സോഡിയത്തിന് ഹൈ, അല്ലെങ്കിലും സോഡിയം എന്ന് പറയുന്ന ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റലാണ്. അതുപോലെ തന്നെ കോപ്പറിന് എന്തില്ല, ഒരു റിയാക്ഷൻസും ഇല്ല. കോൾഡ് വാട്ടറിൽ ദർ ഈസ് നോ റിയാക്ഷൻ. ദ കോപ്പർ മെറ്റൽ ഹാസ് നോ റിയാക്ഷൻ ഇൻ കോൾഡ് വാട്ടർ ആൻഡ് ഹോട്ട് വാട്ടർ. ഹോട്ട് വാട്ടറിലും കോൾഡ് വാട്ടറിലും എന്തില്ല, അതിന് റിയാക്ഷൻസ് ഒന്നും അവിടെ നടക്കുന്നില്ല. Okay, so can you understand this experiment? So we take sodium, magnesium and copper and we put the sodium, magnesium and copper in hot water and cold water also. Sodium has high reactivity, sodium shows high reactivity in where high reactivity in cold water and also show reactivity in hot water, and copper has no reaction in cold water and hot water also. അപ്പോൾ കോപ്പറിന് എന്തില്ല, ഹോട്ട് വാട്ടറിലും റിയാക്ഷൻ ഇല്ല, കോൾഡ് വാട്ടറിലും റിയാക്ഷൻ ഇല്ല. ഓക്കെ, ആൻഡ് അപ്പം നമുക്ക് എന്താണ്, വാട്ട് വി ക്യാൻ അണ്ടർസ്റ്റുഡ് ഫ്രം ദിസ്, ഈ എക്സ്പെരിമെൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്, ഓരോ മെറ്റൽസിനും അല്ലേ, ഈച്ച് മെറ്റൽസ് ഹാവ് ഡിഫറെൻറ്റ് റിയാക്ടിവിറ്റി. ഓരോ മെറ്റൽസിനും എന്താണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള റിയാക്ടിവിറ്റിയാണ് അത് കാണിക്കുന്നത്. സോ ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഓഫ് മെറ്റൽസ് ഈസ് നോട്ട് സെയിം അല്ലേ. ഓരോ മെറ്റൽസിൻ്റെയും റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡിഫറെൻ്റ് ആണ്. So the rate of reaction of each metals is different or not same. Same അല്ല, different ആണ്. Okay, so ഇനി നമ്മൾ എന്താണ്, ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ലേണിംഗ് എന്തായിരുന്നു, നമ്മൾ വി ഹാവ് ലേൺഡ് അബൌട്ട് വാട്ട്, റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് വാട്ടർ, മെറ്റൽസ് വിത്ത് വാട്ടർ. നൗ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് എയർ. മെറ്റലും എയറും ആയിട്ടുള്ള റിയാക്ഷനാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് എയർ. ഓക്കെ, ദ റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് എയർ, എയറുമായിട്ടുള്ള പ്രവർത്തനമാണ്. ഓക്കെ, ആൻഡ് ഫ്രഷ്ലി കട്ട് സർഫസ് ഓഫ് മെറ്റൽസ് വിൽ ഹാവ് ഷൈനി അപ്പിയറൻസ്, വോണ്ട് ദേ അല്ലേ. നമ്മൾ ഫ്രഷ് ആയിട്ട് എടുക്കുന്ന മെറ്റൽസിന് എന്ത് കാണും, നിങ്ങൾ ഇൻ ദ ലോവർ ക്ലാസ്സസ് യു ഹാവ് ലേൺഡ് അബൌട്ട് ദാറ്റ്. എന്താണ്, ന്യൂലി കട്ട് പീസസ് ഓഫ് മെറ്റൽസ് ഹാവ് ഷൈനി അപ്പിയറൻസ് അല്ലേ. നമ്മൾ
പുതുതായിട്ട് എടുക്കുന്ന മെറ്റൽസിൽ എന്തുണ്ടാവും? ഒരു ഷൈനി അപ്പിയറൻസ് അല്ലെങ്കിൽ ഒരു തിളക്കം അല്ലേ? ഷൈനി അപ്പിയറൻസ്. ദേ ഷോ ഷൈനി അപ്പിയറൻസ്. എന്ത് കാണിക്കുന്നു? ഒരു ഷൈനി അപ്പിയറൻസ് അത് കാണിക്കുന്നു. ആൻഡ് ദ പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് മെറ്റാലിക് ലസ്റ്റർ. ഈ ഒരു ഷൈനി അപ്പിയറൻസിൻ്റെ ആ ഒരു പ്രോപ്പർട്ടിക്ക് നമ്മൾ പറയുന്ന പേരാണ് മെറ്റാലിക് ലസ്റ്റർ. What is that property is called? The property is called metallic luster. Okay, metallic luster. ലെസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? തിളക്കം. ആ ഒരു ഷൈനി, ആ ഒരു തിളക്കത്തിനാണ് നമ്മൾ ഫ്രഷ്ലി എടുക്കുന്ന മെറ്റൽസിന് എന്തുണ്ടാവും? ഒരു ഷൈനി അപ്പിയറൻസ് അല്ലെങ്കിൽ ആ ഒരു തിളക്കം കാണും. ആ ഒരു പ്രോപ്പർട്ടീനെ നമ്മൾ പറയുന്ന പേരാണ് ദ പ്രോപ്പർട്ടി ഈസ് കോൾഡ് വാട്ട്? ദ പ്രോപ്പർട്ടി ഈസ് കോൾഡ് മെറ്റാലിക് ലസ്റ്റർ. ഓക്കെ, മെറ്റാലിക് ലസ്റ്റർ എന്നാണ് ആ പ്രോപ്പർട്ടീനെ പറയുന്നത്. എന്താണ്? കട്ട് എ പീസ് ഓഫ് സോഡിയം യൂസിങ് നൈഫ്, ഒബ്സർവ് ദ ഫ്രഷ്ലി കട്ട് പോർഷൻ. നമ്മൾ നൈഫ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? സോഡിയത്തിനെ നമ്മൾ കട്ട് ചെയ്ത് നോക്കുക. സോഡിയം എന്ന് പറയുന്ന മെറ്റൽ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ബോളിൻ്റെ ഷേപ്പിലാണ് ഈ സോഡിയം ഇരിക്കുന്നത്. അപ്പം എന്താണ്? സോഡിയത്തിനെ എടുത്ത് നമ്മൾ കട്ട് ചെയ്ത് നോക്കിയാൽ എന്താണ്? അവിടെ നമുക്ക് വി ക്യാൻ സീ ദ മെറ്റാലിക് ലസ്റ്റർ. ദ സോഡിയം ഇസ് എ മെറ്റൽ ആൻഡ് സോഡിയം ഷോസ് ദ മെറ്റാലിക് ലസ്റ്റർ. അല്ലേ? സോഡിയം എന്ത് കാണിക്കുന്നു? ആ ഒരു മെറ്റാലിക് ലസ്റ്റർ അല്ലെങ്കിൽ ആ ഒരു തിളക്കം കാണിക്കുന്നു. ഓക്കെ, സോ എന്താണ്? മെറ്റൽസിനെല്ലാം കോമൺ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് എന്താണെന്ന് പറയുന്നത്? ഇറ്റ് ഷോസ് ദ മെറ്റാലിക് ലസ്റ്റർ. മെറ്റാലിക് ലസ്റ്ററിലെ തിളക്കം കാണിക്കുന്നു. ഓക്കെ, ആൻഡ് ഡോണ്ട് യു സീ ദ ഷൈനിങ് ഫെയ്ഡ്സ് ആഫ്റ്റർ സം ടൈം. പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ആ ഒരു ഷൈനിങ്, ആദ്യമുള്ള ഒരു ഷൈനിങ് ഇതിന് ഫെയ്ഡായി പോകും. അത്രയും ഷൈനിങ് അത് മുറിച്ച് കുറച്ച് നേരം കട്ട് ചെയ്ത് ആഫ്റ്റർ സം ടൈം ദ കട്ട് പോർഷൻ എന്താണ്? ലോസസ് ദാറ്റ് ഷൈനി അപ്പിയറൻസ് ആസ് ദ ഏർലിയർ. നേരത്തെ ഉള്ളതുപോലെയുള്ള ആ ഒരു ഷൈനി അപ്പിയറൻസ് അതിന് ലോസ് ആവുന്നു. Okay, and this is due to the conversion of sodium into its compounds reacting with oxygen. എന്തുകൊണ്ടാണ് ഈ സോഡിയം? നമ്മൾ പറഞ്ഞു, നമ്മൾ എന്താണ് പഠിക്കുന്നത്? മെറ്റൽസ് വിത്ത് എയർ, റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് എയർ. സോ ദിസ് സോഡിയം റിയാക്ട്സ് വിത്ത് എയർ. എന്ത് ചെയ്യുന്നു? സോഡിയം എയറുമായിട്ട് റിയാക്ട് ചെയ്യുകയും ആൻഡ് എയർ മാത്രമല്ല ഓക്സിജൻ, മോയ്സ്ചർ. എയറിൽ എന്തൊക്കെയുണ്ട്? ഓക്സിജൻ ഉണ്ട്, മോയ്സ്ചർ ഉണ്ട്. ഇൻ എയർ ദർ ഈസ് ഓക്സിജൻ, മോയ്സ്ചർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, സോ ദിസ് സോഡിയം റിയാക്ട്സ് വിത്ത് what? The sodium reacts with the sodium reacts with the oxygen, carbon dioxide and moisture present in the air. എയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡുമായിട്ടും എന്താണ് പിന്നീട് ഓക്സിജനുമായിട്ടും മോയ്സ്ചറുമായിട്ടും ഒക്കെ അത് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ദാറ്റ് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദ ലെസ് ഫെയ്ഡ് അല്ലെങ്കിൽ ഫെയ്ഡ് ആവാനുള്ള, അതിൻ്റെ കളർ ഫെയ്ഡ് ആവാനുള്ള റീസൺ എന്ന് പറയുന്നത്. Okay, so this is due to the conversion of sodium into its compounds by reaching with the oxygen, reacting with the oxygen, moisture and carbon dioxide in the atmosphere. അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും മോയ്സ്ചറുമായിട്ടൊക്കെ ഇത് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? അവിടെ അതിൻ്റെ കളറ് ഫെയ്ഡ് ആവാനുള്ള റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് എന്താണ്? സോഡിയം എന്തുമായിട്ട് പ്രവർത്തിക്കുന്നു? സോഡിയം ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് അവിടെ സോഡിയം എന്താണ്? ഹൈഡ്രോക്സൈഡ് പോലുള്ള അല്ലെങ്കിൽ സോഡിയം എന്താണ്? സോഡിയം ഓക്സൈഡൊക്കെ ഉണ്ടാകുന്നത് കൊണ്ടാണ് ആ ഒരു അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കേണ്ട. അപ്പോൾ എന്ത് ചെയ്യുന്നു? സോഡിയം റിയാക്ടിങ് വിത്ത് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് എന്താണ്? ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ എന്തായിട്ടും പ്രവർത്തിക്കുന്നു? മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ കണ്ടൻറ്റുമായിട്ടൊക്കെ അത് എന്ത് ചെയ്യുന്നു? അത് റിയാക്ഷൻ നടക്കുന്നു. വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് അതിൻ്റെ റിയാക്ഷൻസ് ഒന്ന് പറയാം. സോ ദിസ് sodium reacts with the, first of all the sodium reacts with the oxygen. Na sodium എന്ത് ചെയ്യുന്നു? ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുന്നു. then forms sodium oxide. കേട്ടോ, സോഡിയം ഓക്സൈഡ് അവിടെ Na2O. ഇവിടെ നമ്മൾ ഇക്വേഷൻ ബാലൻസ് ചെയ്ത് തന്നെ എഴുതണം. 4Na. സോഡിയം എന്ത് ചെയ്യുന്നു? ഓക്സിജനും സോഡിയം കമ്പൈൻസ് വിത്ത് ഓക്സിജൻ പ്രസൻറ്റ് ഇൻ ദ എയർ ആൻഡ് ഫോംസ് ദ സോഡിയം ഓക്സൈഡ്. ദെൻ സോഡിയം എന്തായിട്ടായിരുന്നു പ്രവർത്തിക്കുന്നത്? സോഡിയം combines with what? The sodium combines with the water. Sodium എന്ത് ചെയ്യുന്നു? വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? സോഡിയം കമ്പൈൻസ് വിത്ത് വാട്ടർ ആൻഡ് ഫോം സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യുന്നു. ഇക്വേഷൻ ബാലൻസ് ചെയ്യുക. 2 അവിടെ വരും, സോഡിയം ഹൈഡ്രോക്സൈഡ്. സോ എന്താ നിങ്ങൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇക്വേഷൻസ് ബാലൻസ് ചെയ്യുന്നതെന്ന്. നിങ്ങൾക്ക് അറിയാമല്ലോ. സോഡിയം കമ്പൈൻസ് വിത്ത് വാട്ടർ ആൻഡ് ഫോംസ് ദ സോഡിയം ഹൈഡ്രോക്സൈഡ്. പിന്നീട് എന്തുമായിട്ടാണ് സോഡിയം പ്രവർത്തിക്കുന്നത്? സോഡിയം ദെൻ കമ്പൈൻസ് വിത്ത്
കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് എന്ത് ചെയ്യുന്നു? അത് ഇവിടെ N2O ആണ് കേട്ടോ. കാരണം സോഡിയം കമ്പൈൻസ് വിത്ത് സോഡിയം എന്താണ് റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ആൻഡ് ഫോം സോഡിയം ഓക്സൈഡ്. ദെൻ ദ സോഡിയം ഓക്സൈഡ് കമ്പൈൻസ് വിത്ത് വാട്ടർ ആൻഡ് ഫോം ദ സോഡിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, പിന്നീട് എന്ത് ചെയ്യും? ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്തുമായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡുമായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. സോഡിയം ഹൈഡ്രോക്സൈഡ് ഓൾസോ കമ്പൈൻസ് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഫോംസ് ദ സോഡിയം കാർബണേറ്റ്. സോഡിയം കാർബണേറ്റ് ഫോം ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ റിയാക്ഷൻസ് ഇറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻ്റ് അറ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മിസ് റിയാക്ഷൻസ് എഴുതിയത്. അപ്പോൾ എന്തൊക്കെ? സോഡിയം റിയാക്ട്സ് വിത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ദ സോഡിയം റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ആൻഡ് ഫോം ദ സോഡിയം ഓക്സൈഡ്. ദെൻ സോഡിയം ഓക്സൈഡ് കമ്പൈൻസ് വിത്ത് വാട്ടർ ആൻഡ് ഫോം ദ സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് പിന്നീട് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് എന്ത് ചെയ്യുന്നു? റിയാക്ട് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ഫോം ചെയ്യുന്നു? സോഡിയം കാർബണേറ്റ് ഫോം ചെയ്യുന്നു. അപ്പോൾ റിയാക്ഷൻസിൻ്റെ ഈ ഇത് ഇതൊന്നും കെമിക്കൽ റിയാക്ഷൻ നിങ്ങൾ പഠിക്കേണ്ട, അതെന്തൊക്കെയായിട്ട് പ്രവർത്തിക്കുന്നു മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, സോ എന്തുകൊണ്ടാണ് സോഡിയത്തിൻ്റെ കളർ ഫെയ്ഡ് ആവാനുള്ള കാരണം എന്ന് പറയുന്നത്? ദ സോഡിയം കമ്പൈൻസ് വിത്ത് ഓർ റിയാക്ടിങ് വിത്ത് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് മോയ്സ്ചർ പ്രസൻറ്റ് ഇൻ ദ എയർ. എയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും ഒക്കെ ആയിട്ട് എന്ത് ചെയ്ത് പ്രവർത്തിക്കുന്നു. ഓക്കെ, സോ എന്താണ്? ആൻഡ് ഹാവിൻ യു നോട്ടീസ്ഡ് ഫ്രഷ് മഗ്നീഷ്യം റിബൺ. നിങ്ങൾക്ക് ലാബിലൊക്കെ ചെല്ലുമ്പോൾ അറിയാം മഗ്നീഷ്യം റിബൺ ഉണ്ട്. ഈ മഗ്നീഷ്യം റിബൺ എന്ത് ചെയ്യുന്നുണ്ട്? എയറുമായിട്ട് എന്ത് ചെയ്യുന്നു? എയറുമായിട്ട് ഇത് റിയാക്ട് ചെയ്യുന്നു. എയറുമായിട്ട് റിയാക്ട് ചെയ്ത് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാവുന്നു അല്ലേ? മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാവുന്നു. സോ ദ റിബൺ ലോസിങ് ഇറ്റ്സ് ലെസ്റ്റർ. അതുപോലെ തന്നെ നമ്മൾ എന്താണ് മഗ്നീഷ്യം റിബൺ എടുത്താലും നമ്മൾ ഇഫ് യു കൺസിഡർ ദ മഗ്നീഷ്യം റിബൺ എടുത്താലും എന്താണ്? മഗ്നീഷ്യം റിബണിലും എന്ത് ചെയ്യുന്നു? ഈ മഗ്നീഷ്യം റിബണും എന്തുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു? എയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നു. ആൻഡ് ദ മഗ്നീഷ്യം ഓൾസോ റിയാക്ട്സ് വിത്ത് വാട്ട്? മഗ്നീഷ്യം അല്ലേ? മഗ്നീഷ്യം എന്തുമായിട്ട് പ്രവർത്തിക്കുന്നു? മഗ്നീഷ്യം ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് അതിൻ്റെ കളറും എന്ത് ചെയ്യുന്നു? ഫെയ്ഡ് ആവുന്നു. സോ ഈ മെറ്റൽസിൻ്റെയൊക്കെ കളർ ഫെയ്ഡ് ആവുന്നത് എന്തുകൊണ്ടാണ്? അത് എയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അതിൻ്റെ കളറ് ഫെയ്ഡ് ആവുന്നത്. ദാറ്റ് ഈസ് ദ റീസൺ വൈ ദ കളർ ഓഫ് ദിസ് മെറ്റൽസ് ഫെയ്ഡ്. ഓക്കെ, സോ മഗ്നീഷ്യം ഓക്സൈഡുമായിട്ട് പ്രവർത്തിച്ച് എന്തുണ്ടാവുന്നു? മഗ്നീഷ്യം ഓക്സൈഡ്. അപ്പം എന്താണ്? മഗ്നീഷ്യം കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ആൻഡ് ഫോം ദ O2 ആൻഡ് ഫോം ദ MgO ഫോം ചെയ്യുന്നു അല്ലേ? അപ്പം ഇക്വേഷൻ ബാലൻസ്ഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് മിസ് 2 ഇട്ട് കൊടുത്തേക്കുന്നത്. സോ മഗ്നീഷ്യം കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ആൻഡ് ഫോം മഗ്നീഷ്യം ഓക്സൈഡ്. അപ്പോൾ മഗ്നീഷ്യം റിബണിൻ്റെയൊക്കെ എന്ത് ചെയ്യുന്നു? കളർ ഫെയ്ഡ് ആവാനുള്ള കാരണം അത് എയറുമായിട്ട് എന്ത് ചെയ്യുന്നു? അത് കോണ്ടാക്റ്റിൽ വരുന്നു, അല്ലെങ്കിൽ എയറുമായിട്ട് അത് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഈ കെമിക്കൽ ഫോർമുലാസ് ഒന്നും ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, സോ ദിസ് മഗ്നീഷ്യം എന്താണ്? റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ആൻഡ് ഫോം മഗ്നീഷ്യം ഓക്സൈഡ്. അതുകൊണ്ടാണ് മഗ്നീഷ്യം റിബണൊക്കെ നമ്മൾ ലാബിൽ ചെയ്യുമ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് കട്ട് ചെയ്യുമ്പോൾ അതിനെന്താ ഉണ്ടാവും? ഇറ്റ് ഹാസ് ലെസ്റ്റർ. വെൻ ദ കട്ട് പീസസ് ഫ്രഷ്ലി കട്ട് പീസസ് ഹാവ് ദ മെറ്റാലിക് ലെസ്റ്റർ ആഫ്റ്റർ സം ടൈം ദ കളർ ഫെയ്ഡ്. എന്ത് ചെയ്യുന്നു? കളർ ഫെയ്ഡ്. അതിൻ്റെ സോഡിയത്തിൻ്റെയൊക്കെ കളർ ഫെയ്ഡ് ചെയ്യാനുള്ള കാരണം എന്തുകൊണ്ടാണ്? അത് എയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നു. സോ ഇറ്റ് റിയാക്ട്സ് വിത്ത് എയറിലുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നത് കൊണ്ടാണ് അതിൻ്റെ കളർ. നിങ്ങൾക്ക് അപ്പോൾ ആ റീസൺ അറിഞ്ഞിരിക്കുക. വൈ ദ മെറ്റാലിക് ലെസ്റ്റർ ലോസസ് ആഫ്റ്റർ സം ടൈം. വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? എന്താണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത്? ദ മെറ്റൽസ് റിയാക്ട്സ് വിത്ത് എയർ ആൻഡ് ഫെയ്ഡ് ഇറ്റ്സ് കളർ. മെറ്റൽ എന്ത് ചെയ്യുന്നു? മെറ്റൽസ് എയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ അതിൻ്റെ കളറ് നമ്മൾ we know that the aluminum അല്ലേ? നമ്മൾ അലൂമിനിയം വെസൽസ് ഒക്കെ നമ്മൾ വി യൂസ് കിച്ചൺ പർപ്പസസ് വി യൂസ് ദ അലൂമിനിയം വെസൽസ് യൂസ് ചെയ്യാറുണ്ട്. എന്ത് ചെയ്യും? അലൂമിനിയം എന്ത് ചെയ്യും? നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന ടൈമിൽ നല്ല കളറായിരിക്കും അല്ലേ? അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എന്താണ് ആ ഒരു അലൂമിനിയത്തിൻ്റെ ആ ഒരു സിൽവർ കളറായിരിക്കും. ബട്ട് കുറേ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? കുറേ നാൾ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ കളറും എന്ത് ചെയ്യും? ഫെയ്ഡ് ആവാൻ തുടങ്ങും, അതിൻ്റെ കളറും മങ്ങാൻ തുടങ്ങും. അതെന്തുകൊണ്ടാണ്? ഈ അലൂമിനിയം എന്ത് ചെയ്യുന്നു? അലൂമിനിയം പിന്നെ എയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോഴാണ് അതിൻ്റെ കളർ ഫെയ്ഡ് ആവാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് അങ്ങ് സംഭവിക്കില്ല, കുറച്ച് ഇറ്റ് ടേക്സ് മോർ ടൈം അല്ലേ? കുറച്ച് ഇപ്പോൾ സോഡിയം ഒക്കെ നമ്മൾ എന്താ അത് പെട്ടെന്ന് റിയാക്ട് ചെയ്യും. നമ്മൾ പറഞ്ഞു സോഡിയം എന്ന് പറയുന്നത് ഹൈലി റിയാക്റ്റീവ് ആണ്. സോഡിയം ഈസ് ഹൈലി റിയാക്റ്റീവ് ആൻഡ് ഇറ്റ്സ് കളർ ഫെയ്ഡ് വെരി ഫാസ്റ്റർ. സോഡിയത്തിൻ്റെയൊക്കെ കളർ പെട്ടെന്ന് എന്ത് ചെയ്യാറുണ്ട്? ഫെയ്ഡ് ആവാറുണ്ട്. പക്ഷേ നമ്മൾ അലൂമിനിയം ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിലെടുക്കുന്ന അലൂമിനിയം നമ്മൾ വി യൂസ് ദ അലൂമിനിയം വെസൽസ് ഇൻ അവർ കിച്ചൺ ഫോർ ദ കുക്കിംഗ് പർപ്പസസ് അല്ലേ? കുക്കിംഗ് പർപ്പസസിന് വേണ്ടി നമ്മൾ അലൂമിനിയം ഒക്കെ എടുക്കാറുണ്ട്. അലൂമിനിയം വെസൽസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കുറേ നാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ കളർ ഫെയ്ഡ് ആവും. വാട്ട് ഈസ് ദ റീസൺ? എന്താണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്? സോ ദ അലൂമിനിയം ഇസ് എ മെറ്റൽ ആൻഡ് അലൂമിനിയം റിയാക്ട്സ് വിത്ത് എയർ ആൻഡ് ഇറ്റ്സ് കളർ ഫെയ്ഡ്സ്. അതുപോലെ നമ്മൾ കോപ്പർ വെസൽസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? ചെമ്പ് പാത്രങ്ങളില്ലേ? കോപ്പർ വെസൽസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. കോപ്പർ വെസൽസിൽ എന്ത് വരും? ക്ലാവ് അല്ലേ? വേദിഗ്രീസ് ഫോം ചെയ്യും. ദ കോപ്പർ വെസൽസ് ഫോം
വേദിഗ്രീസ്. വേദിഗ്രീസ് ഫോം ചെയ്യാനുള്ള കാരണം എന്താണ്? ഈ ഒരു എയറുമായിട്ടുള്ള കോണ്ടാക്റ്റിൻ്റെ ഫലമായിട്ടാണ് അവിടെ വേദിഗ്രീസ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്ലാവ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് ദ ലെസ്റ്റർ ഓഫ് അലൂമിനിയം വെസൽസ് ഡിമിനിഷസ് ആസ് ടൈം പാസസ് ബൈ. അല്ലേ, ഇതിൻ്റെ കളർ ഡിമിനിഷ് ആവുന്നു, അല്ലെങ്കിൽ കളർ ഫെയ്ഡ് ആവുന്നു. എന്താണ് അത്? പെട്ടെന്നല്ല, അലൂമിനിയത്തിനൊന്നും പെട്ടെന്നല്ല കളർ ഫെയ്ഡ് ആവുന്നത്, കുറച്ച് മന്ത്സിനൊക്കെ ശേഷമാണ് അതിൻ്റെ കളർ ഫെയ്ഡ് ആവുന്നത്. കോപ്പറിനൊക്കെ ഒരുപാട് ടൈം എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? കോപ്പറിൻ്റെ ആ ഒരു കളറ് ഫെയ്ഡ് ആവുന്നത്. അപ്പം ആ ഒരു റേറ്റ് ഓഫ് റിയാക്ഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറെൻറ്റ് മെറ്റൽസ് പൊസസ് ദ ഡിഫറെൻറ്റ് റിയാക്ഷൻ, അല്ലേ? അല്ലെങ്കിൽ ചിലത് ഫാസ്റ്റായിട്ട് റിയാക്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് സോഡിയത്തിനൊക്കെ എന്ത് ചെയ്തത്? പെട്ടെന്ന് തന്നെ കളർ ഫെയ്ഡ് ആകാനുള്ള കാരണം. പിന്നെ അലൂമിനിയം നമ്മൾ വെൻ വി കൺസിഡർ ദ അലൂമിനിയം ആൻഡ് കോപ്പർ, അലൂമിനിയം കോപ്പറും ഒക്കെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? അലൂമിനിയം ഒക്കെ നമ്മൾ ഒരുപാട് ഡേയ്സ് അല്ലെങ്കിൽ ഒരുപാട് മന്ത്സ് എടുത്തിട്ടാണ് അതിൻ്റെ കളർ ഫെയ്ഡ് ആവുന്നത്, അലൂമിനിയം വെസൽസ് ഒക്കെ. ഓക്കെ, ദെൻ നമ്മൾ കോപ്പർ വെസൽസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോപ്പറിൻ്റെ ഒക്കെ നമ്മൾ ഒത്തിരി ഇയേഴ്സ് എടുത്തിട്ടാണ് അതിനകത്ത് ആ ഒരു വേദിഗ്രീസ് അല്ലെങ്കിൽ ക്ലാവ് ഫോം ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് മെറ്റൽസിന് എന്താണ്? ഡിഫറെൻറ്റ് റിയാക്ഷൻ റേറ്റ് ആണ്. സോ ദ ഡിഫറെൻറ്റ് മെറ്റൽസ് പൊസസ് ദ ഡിഫറെൻറ്റ് റിയാക്ഷൻ റേറ്റ്. അപ്പോൾ നമ്മളിവിടെ കുറേ മെറ്റൽസ് പറഞ്ഞു. അപ്പോൾ അതിൽ ഹൈലി റിയാക്റ്റീവ് ഉള്ള മെറ്റൽ ഏതായിരുന്നു? സോഡിയം, അല്ലേ? സോഡിയം ഈസ് ഹൈലി റിയാക്റ്റീവ്. സോഡിയം ആയിരുന്നു ഹൈലി റിയാക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ എന്തായിരുന്നു? മഗ്നീഷ്യം. മഗ്നീഷ്യം റിബണിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും നമ്മൾ എന്ത് പറഞ്ഞു? മഗ്നീഷ്യവും ഇച്ചിരി റിയാക്റ്റീവ് ആണ്. മഗ്നീഷ്യം ഈസ് ഓൾസോ റിയാക്റ്റീവ്. അപ്പം മഗ്നീഷ്യം ആണ് ആ ഒരു റിയാക്ഷനിൽ സെക്കൻഡ് വരുന്നത്. ദെൻ നമ്മൾ ഏത് മെറ്റലിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്? അലൂമിനിയം, അല്ലേ? അലൂമിനിയം എന്ന് പറയുമ്പം അലൂമിനിയം മഗ്നീഷ്യത്തിനേക്കാളും കുറവാണെങ്കിലും അലൂമിനിയത്തിന് എന്തുണ്ട്? റേറ്റ് ഓഫ് റിയാക്ഷൻ ഉണ്ട്. ദെൻ എന്തായിരുന്നു പറഞ്ഞത്? കോപ്പർ. കോപ്പർ എന്ന് പറഞ്ഞാൽ ചെമ്പല്ലേ? കോപ്പറിനൊക്കെ എന്താണ്? ഞാൻ പറഞ്ഞില്ലേ, ക്ലാവ് പിടിക്കുന്നത് ഒത്തിരി ഇയേഴ്സ് എടുത്തിട്ടായിരിക്കും അതിനകത്ത് ക്ലാവ് പിടിക്കുന്നത്. പിന്നീട് നമുക്ക് എന്താ? നമ്മൾ ഗോൾഡ് യൂസ് ചെയ്യാറുണ്ട്. വി യൂസ് ഗോൾഡ്, അല്ലേ? ഗോൾഡ് യൂസ് ചെയ്യാറുണ്ട്. ഗോൾഡ് എന്ന് പറയുമ്പോൾ ഏതാണ് അതിൻ്റെ സിമ്പലി? AU. ഓക്കെ, AU ഇസ് ദ സിമ്പൽ ഓഫ് ഗോൾഡ്. ഗോൾഡ് എന്ന് പറയുന്നത് AU ആണ്. അപ്പം സ്വർണ്ണം നമുക്കറിയാലോ, സ്വർണ്ണം അതിൻ്റെ ആ ഒരു ലെസ്റ്റർ അങ്ങനെ നഷ്ടപ്പെടാറില്ല. എത്ര ഇയേഴ്സ് എടുത്താലും അതിൻ്റെ ആ ഒരു ലെസ്റ്റർ, എങ്കിലും ആദ്യത്തെ ലെസ്റ്റർ അത്രയും കാണില്ല, പിന്നീട് യൂസ് ചെയ്തതിന് ശേഷം എങ്കിലും അതിൻ്റെ ലെസ്റ്റർ എന്ത് ചെയ്യാറില്ല? നഷ്ടപ്പെടാറില്ല. സോ ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇസ്, അപ്പം നമുക്കിതിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാം? അതിൻ്റെ ആ ഒരു ഡിക്രീസിങ് ഓർഡറിൽ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം? ഓക്കെ, സോഡിയം ഹാസ് ഹൈലി റിയാക്റ്റീവ്, ദെൻ മഗ്നീഷ്യം, ദെൻ അലൂമിനിയം, കോപ്പർ, ഗോൾഡ്. ഇതിൻ്റെ ഒരു ഓർഡർ ഇങ്ങനെയാണ്. സോഡിയത്തിനാണ് ഏറ്റവും കൂടുതൽ റിയാക്ഷൻ ഉള്ളത്. മഗ്നീഷ്യത്തിന് സോഡിയത്തിനേക്കാളിലും കുറച്ചും കൂടെ കുറവാണ്. അലൂമിനിയത്തിൽ അതിലും കുറവ്. കോപ്പർ, ഗോൾഡിന് എന്താണ്? വളരെ തീരെ കുറവാണ് ഗോൾഡിന്. സോ ദിസ് ഈസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ, അല്ലെങ്കിൽ ആ ഒരു റിയാക്ടിവിറ്റി ഇൻക്രീസിങ് ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? ഇൻക്രീസിങ് ഓർഡർ അല്ല, ഡിക്രീസിങ് ഓർഡർ എന്ന് പറയുന്നത് ഇതാണ്. സോഡിയം ഈസ് ഹൈലി റിയാക്റ്റീവ്. മഗ്നീഷ്യം ഇസ് ഓൾസോ റിയാക്റ്റീവ് ബട്ട് ലെസ് ദാൻ സോഡിയം. ദെൻ അലൂമിനിയം. അലൂമിനിയം വെസൽസ് ഒക്കെ മന്തുകൾ എടുക്കും, മാസങ്ങൾ എടുത്തിട്ടായിരിക്കും അതിൻ്റെ കളർ ഫെയ്ഡ് ആവുന്നത്. കോപ്പറൊക്കെ എന്താണ്? കുറച്ചും കൂടി ഇയേഴ്സ് എടുക്കും. ഗോൾഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് വർഷങ്ങൾ എടുത്താലും അതിൻ്റെ കളർ, ആദ്യത്തെ കളർ കാണില്ലെങ്കിലും കുറച്ച് ഫെയ്ഡ് ആവാറുണ്ടെങ്കിലും ഗോൾഡിന് ആ ഒരു ലെസ്റ്റർ, gold always possesses the luster, അല്ലേ? Time passes by, it does not fade the color of gold. Okay, so this is the ആ ഒരു ഓർഡർ ഇങ്ങനെയാണ്: സോഡിയം, മഗ്നീഷ്യം, അലൂമിനിയം, കോപ്പർ ആൻഡ് ഗോൾഡ്. Okay, and also in your text there is a experiment. There is another experiment in your text, page number 49. Page number 49 കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത്, സോ വി ടേക്ക് അയൺ, മഗ്നീഷ്യം, copper, lead and zinc. So we take, first of all we take iron and iron metals ആണ് ഇതൊക്കെ. അയൺ, മഗ്നീഷ്യം, അയൺ ഉണ്ട്, മഗ്നീഷ്യം, പിന്നീട് എന്താണ്? കോപ്പർ, ലെഡ്. അയൺ, മഗ്നീഷ്യം, കോപ്പർ, ലെഡ്, ദെൻ സിങ്ക്. സോ എന്താണ്? നിങ്ങൾക്ക് ഈ കുറച്ച് മെറ്റൽസ് കാണാൻ പറ്റും. യൂഷ്വലി മെറ്റൽസ് റിയാക്ട് വിത്ത് ദ ഡൈല്യൂട്ട് ആസിഡ്. നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് വാട്ടറുമായിട്ടുള്ള ആ ഒരു റിയാക്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ ഓൾസോ ദ റിയാക്ഷൻസ് വിത്ത് എന്താണ്? എയറിൽ നമ്മൾ എയറിൻ്റെ റിയാക്ഷൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് ആസിഡുമായിട്ടുള്ള റിയാക്ഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ വി ടേക്ക് ദീസ് എലമെൻറ്റ്സ് ഫോർ അവർ എക്സ്പെരിമെൻറ്റ്. വാട്ട് ആർ ദ മെറ്റൽസ്? അയൺ, മഗ്നീഷ്യം, കോപ്പർ, ലെഡ് ആൻഡ് സിങ്ക്. PB എന്ന് പറഞ്ഞാൽ ലെഡ്, ഇത് സിങ്ക്. ഓക്കെ, സോ നിങ്ങൾ കെമിസ്ട്രി പഠിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ സിമ്പിൾസ് ഉപയോഗിച്ചിട്ട് എഴുതുക കേട്ടോ.
And usually metals react with the dilute HCl and produce hydrogen. അല്ലേ ഈ മെറ്റൽസ് എന്ത് ചെയ്യുന്നു മെറ്റൽസ് റിയാക്ട്സ് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പഠിക്കുന്നത് ആസിഡും ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. സോ ദ മെറ്റൽ റിയാക്ട്സ് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിച്ചിട്ട് അവിടെ എന്ത് ചെയ്യുന്നു ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, the way in which the metals like magnesium ഏതൊക്കെയാണ് lead, zinc, iron and copper engage in chemical reactions with the dilute HCl and given in the picture below. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. സോ യു ഓൾസോ റെഫർ യുവർ ടെക്സ്റ്റ് ഓൾസോ ഇൻ പേജ് നമ്പർ 49 നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് അയണുമായിട്ടുള്ള റിയാക്ഷനാണ്. അയണുമായിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബിൽ എന്താണ് ഇൻ ഈച്ച് ടെസ്റ്റ് ട്യൂബ് വി ടേക്ക് ദ ഡൈലൂട്ട് HCl. ഓരോ ടെസ്റ്റ് ട്യൂബിലും നമ്മൾ എന്താണ് എടുത്തിട്ടുള്ളത് ഡൈലൂട്ട് HCl ആണ് എടുത്തിട്ടുള്ളത് അല്ലേ. സോ ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് വി ആഡ് ഇൻ ഡൈലൂട്ട് HCl വി ആഡ് അയൺ ഇൻ ഇറ്റ്, അയൺ ആഡ് ചെയ്യുന്നു. സെക്കൻഡ് ടെസ്റ്റ് ട്യൂബിൽ വി ആഡ് ദ മഗ്നീഷ്യം. സെക്കൻഡ് ടെസ്റ്റ് ട്യൂബിൽ എന്താണ് നമ്മൾ ആഡ് ചെയ്യുന്നത് മഗ്നീഷ്യം ആഡ് ചെയ്യുന്നു. ആൻഡ് ഇൻ തേർഡ് ടെസ്റ്റ് ട്യൂബിൽ വി ആഡഡ് ദ കോപ്പർ ആഡ് ചെയ്യുന്നു. Then in the fourth test tube we added the lead, and in the fifth test tube we take the zinc and we add the zinc. ഡൈലൂട്ട് HCl ആണ് എല്ലാ ടെസ്റ്റ് ട്യൂബിലും ഉള്ളത്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു ഓരോ മെറ്റൽസ് നമ്മൾ ആഡ് ചെയ്യുന്നു. സോ വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ടേക്സ് പ്ലേസ്? എന്തൊക്കെ ചേഞ്ചസ് ആണ് അവിടെ സംഭവിക്കുന്നത്? ഫസ്റ്റ് നമ്മൾ എന്തായിരുന്നു എടുത്തത് അയൺ ആയിരുന്നു എടുത്തല്ലേ. അയണിൽ എന്തോ നടക്കുന്നുണ്ട് റിയാക്ഷൻ നടക്കുന്നുണ്ട്. സോ അയൺ ഹാസ് റിയാക്ഷൻ, അയണിൽ എന്ത് നടക്കുന്നുണ്ട് റിയാക്ഷൻ നടക്കുന്നുണ്ട്. ദെൻ മഗ്നീഷ്യത്തിൽ നന്നായിട്ട് റിയാക്ഷൻ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും. വെൻ വി ആഡ് മഗ്നീഷ്യം ടു ദ ഡൈലൂട്ട് HCl, ഓക്കെ, ഡൈലൂട്ട് HClലേക്ക് മഗ്നീഷ്യം നടക്കുമ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യുന്നു നന്നായിട്ട് റിയാക്ഷൻ നടക്കുന്നുണ്ട്. കോപ്പറിൽ നമുക്കറിയാം കോപ്പർ വളരെ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ളൊരു മെറ്റലാണ് കോപ്പർ എന്ന് പറയുന്നത്. സോ ദർ ഈസ് നോ റിയാക്ഷൻ വൈൽ ആഡിങ് ദ കോപ്പർ ഇൻ ടു ദ ഡൈലൂട്ട് HCl. ദെൻ നമ്മൾ എന്താണ് എടുത്തത് ലെഡിലും എന്തുകൊണ്ട് ചെറിയൊരു റിയാക്ഷൻ നടക്കുന്നുണ്ട്. വളരെ ഒരു സ്ലോ ആയിട്ടൊരു റിയാക്ഷനാണ് ലെഡിൽ നടക്കുന്നത്. ദെൻ നമ്മൾ എന്താ എടുത്തത് സിങ്ക്. വി ടേക്ക് ദ സിങ്ക്, വി ആഡ് ദ സിങ്ക് ഇൻ ടു ദ ഡൈലൂട്ട് HCl. നമ്മൾ എന്ത് ചെയ്യുന്നു ഡൈലൂട്ട് HClലേക്ക് സിങ്ക് ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു അവിടെയും എന്ത് നടക്കുന്നുണ്ട് അവിടെയും നന്നായിട്ട് റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, സോ വി ടേക്ക് അയൺ, മഗ്നീഷ്യം, കോപ്പർ, ലെഡ്, സിങ്ക്. ഇവിടെ ഒട്ടും റിയാക്ഷൻ നടക്കാത്തത് ഏതിലാണ് കോപ്പറിലാണ്. ദെൻ കുറച്ച് ചെറുതായിട്ട് എവിടെ നടക്കുന്ന റിയാക്ഷൻ ലെഡിൽ നടക്കുന്നുണ്ട്. നന്നായിട്ട് റിയാക്ഷൻ നടക്കുന്ന എവിടെയൊക്കെയാണ് മഗ്നീഷ്യത്തിലും സിങ്കിലും നന്നായിട്ട് റിയാക്ഷൻ നടക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ റിയാക്ഷൻ നടക്കുന്ന മഗ്നീഷ്യത്തിലാണ്. ഓക്കെ, സോ ഹൈലി റിയാക്റ്റീവ് എന്ന് പറയുന്നത് HCl ഹൈലി അല്ലെങ്കിൽ ഏറ്റവും ഹൈ റിയാക്ഷൻ നടക്കുന്നത് എവിടെയാണ് ഡൈലൂട്ട് HClലേക്ക് നമ്മൾ മഗ്നീഷ്യം ആഡ് ചെയ്യുമ്പോഴാണ് അവിടെ നന്നായിട്ട് എന്ത് നടക്കുന്നത് റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, സോ അപ്പം നമുക്കിതിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാം? നമ്മൾ നേരത്തെ അറേഞ്ച് ചെയ്തില്ലേ മഗ്നീഷ്യം അല്ലേ. മഗ്നീഷ്യം ആണ് നന്നായിട്ട് റിയാക്ഷൻ നടക്കുന്നത്. പിന്നെ ഏതായിരുന്നു പിന്നെ സിങ്ക്. ദെൻ പിന്നെ റിയാക്ഷൻ നടക്കുന്ന ഏതിനകത്താണ് അയണിൽ അയൺ. പിന്നെ ഏതിലാണ് റിയാക്ഷൻ നടക്കുന്നത്? സോ ലെഡ് അല്ലേ. ഒട്ടും റിയാക്ഷൻ നടക്കാത്തതിലായിരുന്നു കോപ്പറിൽ. അപ്പം നമുക്കിതിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാം? ഇതിൻ്റെ ഡിക്രീസിങ് ഓർഡറിൽ മഗ്നീഷ്യം, സിങ്ക്, അയൺ, ലെഡ്, കോപ്പർ. Okay, so it is highly reactive in magnesium and also reactive in zinc but less than magnesium, and also it reacts with the iron and also reacts with the lead but it's low reactions. It does not react with the copper. ഒരു റിയാക്ഷൻ നടക്കാത്ത എവിടെയായിരുന്നു കോപ്പർ നമ്മൾ ഡൈലൂട്ട് HClലേക്ക് ആഡ് ചെയ്യുമ്പോഴാണ് അവിടെ ഒട്ടും റിയാക്ഷൻ നടക്കാത്തത്. Okay, so this is the order magnesium, zinc, iron, lead, copper. അപ്പോൾ എന്താണ് ഓരോ മെറ്റൽസിനും എന്താണ് ഓരോ റിയാക്ടിവിറ്റി ആണുള്ളത്. So the each metal possess different reactivity, അല്ലെങ്കിൽ each metal shows different reactivity in the dilute HCl. അല്ലെങ്കിൽ ആസിഡുമായിട്ട് പല മെറ്റൽസ് എന്താണ് പല രീതിയിലാണ് എന്ത് ചെയ്യുന്നത് അവിടെ പ്രവർത്തിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ എന്താണ് അത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്താണ് നമ്മൾ അതുപോലെ തന്നെ നമുക്ക് എന്താണ് നമ്മൾ കേടും ടാമറിൻ്റും ഒക്കെ എന്താണ് അങ്ങനെയുള്ള ഫുഡ്സൊക്കെ നമ്മൾ അലൂമിനിയം വെസൽസിൽ എന്ത് ചെയ്യാറ് ഒരുപാട് ടൈമിൽ സൂക്ഷിക്കരുത്. കാരണം എന്ന് വെച്ചാൽ അലൂമിനിയം എന്ന് പറയുന്നൊരു മെറ്റലാണ്. അതുപോലെ തന്നെ ഈ എന്താണ് കേട് തൈരും അതുപോലെ തന്നെ നമ്മൾ എന്താണ് പുളി ടാമറിൻ്റും ഒക്കെ എന്താണ് അതിനകത്ത് എന്താ ഉണ്ട് ആസിഡ്സ് ഉണ്ടല്ലേ. അപ്പം പുളിക്കകത്തുമൊക്കെ എന്താണ് ആസിഡ്സ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത് നമ്മൾ അലൂമിനിയം വെസൽസ് അലൂമിനിയം പാത്രങ്ങളിൽ ഇതുപോലുള്ള കേടും അതുപോലെ തന്നെ എന്താണ് പിന്നെ
ടാമറിൻ്റെ അതിനകത്തൊക്കെ ആസിഡ് ഉണ്ട്. ഈ ആസിഡും എന്തുമായിട്ട് പ്രവർത്തിക്കും, ഈ ആസിഡും മെറ്റലുമായിട്ട് പ്രവർത്തിക്കാൻ ഉള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. സോ നമ്മൾ എന്താണ് മാക്സിമം എന്ത് ചെയ്യാതിരിക്കുക, ഈ ആസിഡ് കണ്ടെയ്നിങ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഈ കേർഡ് ടാമറിൻ്റെ പോലുള്ള വസ്തുക്കൾ എന്തിൽ കീപ്പ് ചെയ്യരുത്, അലൂമിനിയം വെസൽസിൽ കീപ്പ് ചെയ്യാതിരിക്കുക. ഓക്കെ, മാക്സിമം അത് നിങ്ങൾ ശ്രദ്ധിക്കുക. സോ നമ്മൾ പഠിച്ച എന്താണ്, ഓരോ മെറ്റൽസിനും എന്താണ്, ഈ ഡിഫറെൻറ്റ് മെറ്റൽസ് ഹാവ് ഡിഫറെൻറ്റ് റിയാക്ടിവിറ്റി. ഓരോ മെറ്റൽസിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള റിയാക്ടിവിറ്റിയാണ് അവിടെ അത് കാണിക്കുന്നത്. ഓക്കെ, സോ ദ സീരീസ് ഒബ്റ്റൈൻഡ് ബൈ അറേഞ്ചിങ് സം ഓഫ് ദ മെറ്റൽസ് ഇൻ ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദ റിയാക്ടിവിറ്റി ഇസ് നോൺ ആസ് റിയാക്ടിവിറ്റി സീരീസ്. അതിൻ്റെ ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തേക്കുന്ന ആ ഒരു ഓരോ മെറ്റൽസിനും നമ്മൾ പറഞ്ഞു ഈച്ച് മെറ്റൽ പോസസ് ഡിഫറെൻറ്റ് റിയാക്ടിവിറ്റി. ഓരോ മെറ്റൽസിനും ഡിഫറെൻറ്റ് റിയാക്ടിവിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഡിക്രീസിങ് ഓർഡറിൽ എന്ത് ചെയ്തേക്കുന്നു, മെറ്റൽസിനെ അതിൻ്റെ ഡിക്രീസിങ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റിയിൽ അറേഞ്ച് ചെയ്തേക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, റിയാക്ടിവിറ്റി സീരീസ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, റിയാക്ടിവിറ്റി സീരീസ്. അപ്പം എന്ത് ചെയ്യുന്നു, റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത് എന്താണ്, റിയാക്ടിവിറ്റി സീരീസ് വി അറേഞ്ച് ദ മെറ്റൽസ് ഇൻ ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദെയർ റിയാക്ടിവിറ്റി. അതിൻ്റെ എന്താണ് ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തേക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് അത് കാണാം. അപ്പം നമുക്ക് ആ റിയാക്ടിവിറ്റി സീരീസ്, സോ അതിൻ്റെ ഫസ്റ്റ് വരുന്ന ഏതാണ്, അതിൻ്റെ ഡിക്രീസിങ് ഓർഡറിലാണ് അത് അറേഞ്ച് ചെയ്തേക്കുന്നത്. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിൻ, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ, ഗോൾഡ്. ഓക്കെ, അപ്പം അതിനകത്ത് പൊട്ടാസ്യം എന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ പൊട്ടാസ്യമാണ് നിങ്ങൾക്ക് കാണുന്നത്. അപ്പോൾ പൊട്ടാസ്യം എന്ന് പറയുന്നത് എന്താണ്, ഹൈ റിയാക്റ്റീവാണ്. സോഡിയം ഒക്കെ ഹൈ റിയാക്റ്റീവാണ്. ഓക്കെ, റിയാക്ടിവിറ്റി സീരീസ് നിങ്ങൾ നോക്കുക. പൊട്ടാസ്യം, അപ്പം നമുക്കത് ജസ്റ്റ് ഒന്ന് എഴുതാം. ഓക്കെ, പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, ദെൻ അയൺ, സിങ്ക്, അയൺ, നിക്കൽ, പിന്നെന്താണ് ടിൻ, ലെഡ്, പിന്നീട് ഹൈഡ്രജൻ, കോപ്പർ. ഇത് താഴോട്ടാണ് മിസ്സിന് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് എഴുതിയാണ് കേട്ടോ. ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ, ദെൻ AU എന്ന് പറയുന്നത് എന്താണ്, ഗോൾഡ്. അപ്പോൾ ഇതിൻ്റെ താഴെയായിട്ടാണ് വരുന്നത്. മിസ് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ എഴുതിയതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് പൊട്ടാസ്യം എന്ന് പറഞ്ഞാൽ ഹൈലി റിയാക്റ്റീവാണ്. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം ഒക്കെ നന്നായിട്ട് റിയാക്ട് ചെയ്യുന്ന മെറ്റൽസ് ആണ്. ഓക്കെ, സോ എന്താണ്, ഇതൊക്കെ എന്താണ്, നന്നായിട്ട് റിയാക്ട് ചെയ്യുന്ന മെറ്റൽസ് ആണ്. അപ്പോൾ ഇവിടം വരെയുള്ള മെറ്റൽസ് ഉണ്ടല്ലോ, ആ മെറ്റൽസ് എന്ന് പറയുന്നത് ഡൈല്യൂട്ട് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ഹൈഡ്രജൻ ഫോം ചെയ്യുന്നു. അപ്പം ലെഡ് വരെയുള്ളത് എന്താണ്, ഹൈഡ്രജനുമായിട്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ടേബിൾ നോക്കുക. അപ്പം റിയാക്ട്സ് വിത്ത് ഡൈല്യൂട്ട് HCl ആൻഡ് ഡിസ്പ്ലേസ് ഹൈഡ്രജൻ. ഇവിടം വരെയുള്ളത്, അതായത് പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിന്ന്, ലെഡ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ഹൈഡ്രജനുമായിട്ട് എന്ത് ചെയ്യുന്നു, അത് ഹൈഡ്രജനുമായിട്ടല്ല, ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട്. അപ്പം നിങ്ങൾക്ക് ആ ടേബിൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അറിയാൻ പറ്റും. ഇതൊക്കെ ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് ഇറ്റ് റിയാക്ട്സ് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് ഫോംസ് ഹൈഡ്രജൻ. ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് എന്തുണ്ടാവുന്നു, അവിടെ ഹൈഡ്രജൻ ഫോം ചെയ്യുന്നു. ഇതൊന്നും എന്തായിട്ട് പ്രവർത്തിക്കത്തില്ല. ഇത് നമ്മൾ കോപ്പറിൻ്റെയൊക്കെ എക്സ്പെരിമെൻറ്റിൽ ചെയ്തതാണ് അല്ലേ. കോപ്പർ എന്ന് പറയുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിക്കത്തില്ല. അതുപോലെ സിൽവർ, ഗോൾഡും ഒന്നും എന്തായിട്ട് പ്രവർത്തിക്കുന്നില്ല, ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിക്കാറില്ല. ആൻഡ് ഇറ്റ് ഡു നോട്ട് ഡിസ്പ്ലേസ് ഹൈഡ്രജൻ ഫ്രം ഡൈല്യൂട്ട് HCl. ഡൈല്യൂട്ട് HCl-ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ അത് എന്തിനെ ഡിസ്പ്ലേസ് ചെയ്യാറില്ല, ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാറില്ല. അപ്പോൾ ഈ താഴെയായിട്ട് ലോവസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലെസ് റിയാക്റ്റീവ് മെറ്റൽസ് ആണ്. അതിൻ്റെ മുകളിലുള്ളത് ഹൈലി റിയാക്റ്റീവ് ആണ്. സോ പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിന്ന്, ലെഡ്, ഇതൊക്കെ ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് ആണ്. ഇവിടെ ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ, ഗോൾഡിനൊക്കെ എന്താണ്, ലെസ് റിയാക്ടിവിറ്റിയാണ്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്, ഡിക്രീസിങ് ഓർഡർ ഓഫ് ദെയർ റിയാക്ടിവിറ്റിയുടെ ഡിക്രീസിങ്. നിങ്ങൾക്ക് ആരോ കൊടുത്തേക്കുന്നുണ്ട്, ആരോ ഇങ്ങോട്ടും മുകളിലോട്ടുമാണ് കൊടുത്തേക്കുന്നത് അല്ലേ. അതായത് ഡിക്രീസിങ് ഓർഡറിലാണത് അറേഞ്ച് ചെയ്തേക്കുന്നത് അല്ലേ. അപ്പം എന്താണ് റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുമ്പോൾ ഏത് ഓർഡറിലാണ്, ഡിക്രീസിങ് ഓർഡറിൽ, എലമെൻസിൻ്റെ റിയാക്ടിവിറ്റിയുടെ ഡിക്രീസിങ് ഓർഡറിൽ ആണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ആൻഡ് ദിസ് ഈസ് കോൾഡ് ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്,
റിയാക്ടിവിറ്റി സീരീസ് ആണ് ഇതല്ലേ. എന്താണിതെന്ന് പറയുന്നത്? റിയാക്ടിവിറ്റി സീരീസ് ആണ്. അപ്പോൾ ഇതിന് നമ്മൾ പറയുന്ന പേരാണെന്ന് പറയുന്നത് റിയാക്ടിവിറ്റി സീരീസ്. അപ്പോൾ ഏറ്റവും ഹൈലി റിയാക്റ്റീവ് ഏതാണ്? പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം ഒക്കെയാണ്. ഏറ്റവും ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ളത് സിൽവർ ആൻഡ് ഗോൾഡ് ആണ് ലെസ് റിയാക്റ്റീവ്. അതിനകത്ത് മുകളിലുള്ള എലമെൻറ്റ്സ് എന്ത് ചെയ്യുന്നു? ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിച്ച് ഹൈഡ്രജൻ ഡിസ്പ്ലേസ് ചെയ്യുന്നു. ബാക്കി താഴോട്ടുള്ള എലമെൻറ്റ്സ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിച്ച് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യുന്നില്ല. Okay, so today's class we have discussed about the reaction of metals with water, metals with acid and metals with air. Hope you have understood the concepts. Next class we can see. Thank you.